എങ്ങോട്ടാ? ഹായ് പറയും എല്ലാരും. സൻഷനെ കാണുന്നില്ല, ഇപ്പത്തോട്ട് വാ. ലൈറ്റ് സഞ്ജന. നമ്മളെല്ലാരും കൂടി എങ്ങോട്ടാ നിശാന്തി പോണേ? ടെമ്പിളിന്റെ പ്രോഗ്രാമിന്. അപ്പോൾ നമ്മുടെ അയ്യപ്പ ടെമ്പിളിന്റെ 50th ആനിവേഴ്സറി അല്ലേ? 50th ആനിവേഴ്സറി. അപ്പോൾ അതിൻ്റെ പ്രോഗ്രാം കാണാൻ പോകും. അപ്പം നമ്മുടെ ശ്രീ ജാലഹള്ളി അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ 50ാമത്തെ വാർഷികം നടക്കുകയാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ടുള്ള കുറച്ച് പരിപാടികളൊക്കെ ആയിരുന്നു ഇവിടെ സൺഡേ ഉണ്ടായിരുന്നത്. അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പം വന്നിരിക്കുന്നത് കേട്ടോ. ഭയങ്കര ആളുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് പേർക്കുള്ള അന്നദാനമൊക്കെ ഉണ്ടായിരുന്നു. 8000 പേർക്കെന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പം കൂടുതൽ കാര്യങ്ങളൊന്നും എനിക്ക് അതിനെ പറ്റിയിട്ട് അറിയത്തില്ല. അപ്പം നമ്മളെന്തായാലും 12 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങളിവിടെ എത്തിയപ്പോഴത്തേക്കും സെറമോണിയൽ പാർട്ട് നടക്കുമായിരുന്നു. കുറേ പേരുടെ അനുമോദനങ്ങളും സ്പീച്ചും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഒരു അടിപൊളി ഭക്തിഗാനങ്ങളുടെ ഒരു ഗാനമേള ഉണ്ടായിരുന്നു. അപ്പം ഇവിടെ കർണാടകയിൽ നിന്നുള്ളൊരു സിംഗറാണ് വന്നിരിക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കേൾക്കാനായിട്ട്. അതിനുശേഷം ഞങ്ങളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ്. ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു വിധത്തിൽ നമുക്ക് ഒരു സീറ്റ് കിട്ടിയിട്ടുണ്ട്. ഒത്തിരി നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഇലയായിട്ട് ഈ ചേട്ടന്മാരൊക്കെ വന്നു. അപ്പോൾ ഇല ഇട്ടിട്ടുള്ള ഒരു അടിപൊളി സദ്യയാണ് ഞാനിതാ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് വന്നിട്ട് ഈ കമ്മിറ്റി മെമ്പേഴ്സ് തന്നെ ചേർന്ന് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ ചേട്ടന്മാരെന്തൊക്കെയാണ് വിളമ്പുന്നതെന്ന് നോക്കാം. വറുത്തുപേരി വെച്ചിട്ടുണ്ട്, ശർക്കരപ്പേരി, അച്ചാർ, 2 തരം അച്ചാറുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബീട്രൂട്ട് കൊണ്ട് പച്ചടി, വേറൊരു കൂട്ടുകറി, ഉപ്പേരി, പിന്നെ വീണ്ടും ഒരു സൈഡ് കറിയൊക്കെ ഉണ്ടായിരുന്നു. കണ്ടില്ലേ, അവിയൽ പോലെ എന്തോ ആണ്. പിന്നെ പപ്പടം തന്നിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ കുഞ്ഞിന് പപ്പടം കണ്ടു കഴിഞ്ഞാൽ അവന് ഭയങ്കര ഇഷ്ടമാണ്. പപ്പടത്തിൻ്റെ ഭയങ്കര ഫാനാണ് അവൻ. പിന്നെ നമുക്ക് 2 കൂട്ടം പായസമൊക്കെ ഉള്ള സദ്യയായിരുന്നു കേട്ടോ ഒന്ന്. പിന്നെ ചോറ് വന്ന് വിളമ്പിയിട്ടുണ്ട്. ചോറിൻ്റെ കൂട്ടത്തിൽ അവർ പരിപ്പാണ് ആദ്യം വിളമ്പിയിരിക്കുന്നത്. സാമ്പാർ പിന്നീട് വന്ന് വിളമ്പി. അപ്പോൾ സാമ്പാറും പരിപ്പും ഒക്കെ കൂടെ ചേർത്തിട്ട് ഒരു അടിപൊളി ഫുഡായിരുന്നു. പിന്നെ സേമിയ പായസവും അടപ്രഥമനുമാണ് ഉണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ ഒരു അടിപൊളി സദ്യയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഇവിടെ അവന്തിക കുട്ടിയുടെ ഒരു കിടിലൻ പെർഫോമൻസ് ഉണ്ടായിരുന്നു, ക്ലാസിക്കൽ ഡാൻസ്. അപ്പം വെറൈറ്റി ആയിട്ടാണ് ആ കുട്ടി ചെയ്തിരിക്കുന്നത്. ഗിന്നസിലൊക്കെ ഓൾറെഡി കയറിയിട്ടുള്ള ആളാണ് കേട്ടോ. കാണുന്ന പോലെ ഒന്നുമില്ല, ചെറിയൊരു കുഞ്ഞാണ്, 7ാം ക്ലാസ്സിൽ എത്തിയതേ ഉള്ളൂ. അങ്ങനെ ഡാൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴാണ് ദ മോസ്റ്റ് അവൈറ്റഡ് പ്രോഗ്രാം ഓഫ് ദ ഡേ സ്റ്റാർട്ടാവാൻ പോവാണ്. അപ്പം വേറെ ഒന്നുമല്ല, ചെണ്ടമേളായിരുന്നു കേട്ടോ. ചെണ്ടമേളം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. ആക്ച്വലി ഞാനൊരു ഭയങ്കര ചെണ്ട ഫാനും കൂടിയാണ്. അപ്പം ഇങ്ങനെ ഇഷ്ടമുള്ള ആളുകൾക്കൊക്കെ ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എവിടെ കണ്ടു കഴിഞ്ഞാലും നമ്മളിങ്ങനെ നോക്കി നിന്നു പോയാൽ അത്രയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ ചെണ്ട. ഒത്തിരി ലെങ്തി വീഡിയോ ആവണ്ടെന്ന് കരുതിയിട്ട് ഞാൻ ചെറിയൊരു പോർഷൻ മാത്രമേ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുള്ളൂ. എന്തായാലും ഉച്ചയ്ക്ക് വിളമ്പിയ സദ്യനെക്കാട്ടും കെങ്കേമായിരുന്നു കേട്ടോ ഈ ചെണ്ടമേളം. അങ്ങനെ സന്ധ്യയോടുകൂടെ നമ്മുടെ ലക്ഷ്മി ഗോപാലസ്വാമിയുടെയും ടീമിൻ്റെയും വക അടിപൊളി നൃത്ത വിരുന്നായിരുന്നു. സംഭവം എന്തായാലും കിടുവായിട്ടുണ്ട്. ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ കാണാനായിട്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇവരുടെ ഡാൻസ് നേരിട്ട് കാണുന്നത്. എന്തായാലും ഇവിടെ കൂടി ജനങ്ങൾക്കൊക്കെ ഒരു അടിപൊളി കലാവിരുന്നാണ് അയ്യപ്പ ടെമ്പിൾ കമ്മിറ്റിക്കാർ ഒരുക്കിയിരിക്കുന്നത്. അതിൽ യാതൊരു സംശയമില്ല, എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരുന്നു കേട്ടോ. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ പ്രോഗ്രാംസ് ഒക്കെ അവസാനിച്ചിരിക്കുകയാണ്. ബാക്കി ഭാഗം അടുത്ത പാർട്ടി കാണാം. ടിൽ ദെൻ സ്റ്റേ ട്യൂൺ.